കറി വെക്കാനായിട്ട് നല്ല മാന്തൾ മീനാണ് കിട്ടിയത്. അതിന്റെ കൂടെ തന്നെ കുറച്ച് മത്തിയും കൂടെ. കുഞ്ഞമത്തിയല്ല, നല്ല വലിയ പരന്നിരിക്കുന്ന വട്ടമത്തിയാണ് കേട്ടോ. ഇവിടൊക്കെ ഈ മാന്തള മീൻ കിട്ടുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ കണ്ടിക്കുന്നതും കറി വെക്കുന്നതും ഒക്കെ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന്റെ പേരെന്താന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. എന്റെ വീട്ടിലാണെങ്കിൽ ഈ മീൻ വാങ്ങിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല. ആദ്യമായിട്ട് ഈ മീൻ കാണുന്നത് തന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ്. തൊലി ഉരിഞ്ഞ് മീൻ കണ്ടിക്കുന്നത് എന്നും എനിക്കൊരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മീനൊക്കെ കണ്ടിച്ചങ്ങ് കയറി. പിന്നത്തെ ടെൻഷൻ ഇത് എങ്ങനെ കറി വെക്കും എന്ന് ആലോചിച്ചിട്ടാണ്. ഈ കുടംപുളിയിട്ട മീൻകറി കഴിച്ച് ഞങ്ങളും അത് കണ്ടിട്ട് നിങ്ങളും ഒരുപാട് ബോറടിച്ച് കാണും. എന്തോ ചെയ്യാനാ, എത്രയൊക്കെ ആലോചിച്ചാലും അവസാനം ചെന്ന് നിൽക്കുന്നത് കുടംപുളിയിട്ട മീൻകറിയിലായിരിക്കും. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല വെക്കുന്നത്. ഇന്ന് മല്ലിയ മുളകൊക്കെ മൂപ്പിച്ച് നല്ല തേങ്ങ അരച്ചാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ പൊടികളൊക്കെ ചൂടാക്കി തേങ്ങ അരച്ച് പിഴുപുളിയും ചേർത്ത് മീൻകറി അങ്ങ് അടുപ്പിൽ വെച്ച് അതിന്റെ കൂടെ തന്നെ മത്തി മസാല ചേർത്ത് വറുക്കാനും വെച്ചു. കുറെ ദിവസമായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്ഥിരം പുളിശ്ശേരി ആയതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കുറച്ച് തക്കാളി രസം അങ്ങ് ഉണ്ടാക്കി. മീൻകറിയുടെ മണമൊക്കെ അടിച്ചപ്പോൾ പെട്ടെന്ന് വിശന്നുകൊണ്ട് തന്നെ നല്ല ചൂട് ചോറും മീൻകറിയും മീൻ വറുത്തതും രസമൊക്കെ കൂട്ടി നല്ല രീതിയിൽ ഫുഡ് കഴിച്ചു. അപ്പോൾ ഓക്കെ, ബൈ.